സാർ നമസ്കാരം. നമസ്കാരം. ഭക്ഷണം, പാർപ്പിടം, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ മനുഷ്യന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകങ്ങളിൽ ഇവയൊക്കെയാണ് ആദ്യം ചേർന്ന് നിൽക്കുന്നത്. ഇതിൽ ഭക്ഷണം എന്ന് പറയുമ്പോൾ കാർഷിക മേഖലയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണത്. പണ്ട് ഇന്ത്യയുടെ ഒരു സമൃദ്ധി, ധനധാന്യ സമൃദ്ധി എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിടങ്ങളായിരുന്നു, നമ്മുടെ കാർഷിക ഗ്രാമങ്ങളായിരുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾ തന്നെയാണ് നമുക്ക് ഇത്രയും വലിയ ഖ്യാതികൾ നേടിത്തന്നത്. അതിപ്പോൾ ഏലം, കുരുമുളക് മാത്രമല്ല, നമ്മുടെ നെല്ല്, അതുപോലുള്ള നിത്യ നിദാനത്തിന് വേണ്ട എല്ലാ വസ്തുവകകളും കൃഷി ചെയ്തെടുത്തിരുന്ന ഒരു പാരമ്പര്യം ഇന്ത്യക്കുണ്ടായിരുന്നു, കേരളത്തിനുണ്ടായിരുന്നു. ആ മഹിത പാരമ്പര്യം ഇന്ന് ചരിത്ര പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. നമ്മെ കൃഷി സമ്പ്രദായങ്ങളെ പഠിപ്പിച്ചവർ പ്രകൃതി കൃഷിയോ അല്ല എന്നുണ്ടെങ്കിൽ ജൈവ കൃഷിയോ ശീലിപ്പിച്ചിട്ടില്ല. രാസവളങ്ങൾ ഉപയോഗിച്ച് രാസവളങ്ങളിട്ട് പുഷ്ടിപ്പെടുത്തിയ ഫലമൂലാദികൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ കഴിച്ച് വളരാനാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇന്നിപ്പോൾ അതും അന്യം നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിയിരിക്കുന്നു. ഡൽഹി ഉൾപ്പെടെയുള്ള കർഷക സമരങ്ങളിൽ, ഐതിഹാസികമായ കർഷക സമരങ്ങളിൽ പങ്കെടുത്ത് എന്താണ് നമ്മുടെ നാടിന് സംഭവിക്കുന്നത് എന്നുള്ളത് ജനങ്ങളോട് പറയുകയും ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി വരും കാലങ്ങളിൽ, ഇപ്പോൾ കേരളീയർ വിഷുവിന്, കാർഷികോത്സവമായ വിഷുവിന് കണിക്കൊന്ന കണി കാണാൻ വേണ്ടി ഈ കണിക്കൊന്ന എവിടെ നിന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവരുന്നത് പോലെ ഇനി വരും കാലങ്ങളിൽ ഒരു നെൽക്കതിര് പോലും നമുക്ക് കണി കാണാൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഇന്ത്യയിലെയും കേരളത്തിന്റെയും പാടശേഖരങ്ങൾ ഇപ്പോൾ തന്നെ പകുതിയിലധികം വറ്റി വരണ്ട് ഉണങ്ങിപ്പോയിരിക്കുന്നു, കൃഷി ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. കേരളത്തിന്റെ അടുക്കളയിൽ അന്നം എന്ന് പറയുന്നത്, അതായത് അരിഹാരം ഒരുപക്ഷെ ഉണ്ടായില്ല എന്നിരിക്കാം. അരി തന്നെയല്ല, ഗോതമ്പ്, മറ്റുള്ള എല്ലാ വിളകളും കിട്ടുന്നിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിലപാട് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാർഷിക മേഖലയെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കാർഷിക മേഖലയാണ് ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനം. അതില്ല എന്നുണ്ടെങ്കിൽ സർവ്വം നശിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ആ മേഖലയിൽ വളരെ ദൂരം മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ എന്താണ് സാറിന് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ ആകെ അസ്വസ്ഥനും ഭയവിഹുലതയോടുകൂടി ആണ് ഇന്ത്യൻ കാർഷിക മേഖലയെ നോക്കിക്കാണുന്നത്. അങ്ങനെ ഞാൻ നോക്കിക്കാണാൻ കാരണം, ഏറ്റവും പ്രധാനമായ കാരണം കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്. കാലാവസ്ഥ വ്യതിയാനമല്ല, യഥാർത്ഥത്തിൽ കാലാവസ്ഥ പ്രതിസന്ധിയായി മാറിയിരിക്കണം. ഈ മാസം 18-ാം തീയതി ഒരു പഞ്ചായത്തിലെ 2 വാർഡുകളിലുണ്ടായ കൊടുങ്കാറ്റ് പോലത്തെ കാറ്റും പെരുമഴയും ആ ഗ്രാമത്തിലുള്ള 10-60 ആദിവാസി കുടുംബങ്ങളുടെ കിടപ്പാടമില്ലാതാക്കി, അവരുടെ ജീവിതം ഇല്ലാതാക്കിയ അവസ്ഥയുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഒരു ഗ്രാമത്തിൽ ഒരു ഏപ്രിൽ 18-ന് ഒരു സ്ഥലത്ത് സംഭവിക്കുന്നുവെങ്കിൽ ഏപ്രിൽ 19-ന് വേറൊരു സ്ഥലത്ത് എവിടെയോ സംഭവിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ നാടിന്റെ, നമ്മൾ കാണുന്നത് പോലെ അല്ല, പഴയതുപോലെ വലിയ ഉരുൾപൊട്ടലോ കൊടുങ്കാറ്റോ വ്യാപകമായി ഉണ്ടാവുന്നതല്ല, ചെറിയ ചെറിയ പ്രദേശങ്ങൾ, ഓരോരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ചെറിയ ചെറിയ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു പ്രതിസന്ധിയാണ്. രണ്ടാമത്തത്, കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് അസാധ്യമാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. MS സ്വാമിനാഥൻ ആണ് ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ പിതാവ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹമാണ് ഇന്ത്യയിൽ ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുവരുന്നത്. ഇന്ത്യയുടെ പട്ടിണി മാറ്റാനായിട്ട് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ കണ്ടെത്തുന്നത്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾക്ക് അനുസരിച്ച് ആവശ്യമായ ഭക്ഷണം എന്ന നിലയിൽ അതിന് യൂറിയയും ഫാക്ടം ഫോസും NPKയും ഒക്കെ കൊടുത്ത് ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ ഉള്ള നയവും പ്ലാനും പദ്ധതിയും ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. ആ ഗ്രീൻ റവല്യൂഷനും പിന്നീട് വന്ന വൈറ്റ് റവല്യൂഷനും ഒക്കെ ആയിട്ട് നമുക്ക് ആവശ്യത്തിന് പാലും പച്ചക്കറിയും പഴങ്ങളും ധാന്യങ്ങളും നാണ്യവിളകളും
എല്ലാം ഉണ്ടായി. വിഭവസമൃദ്ധമായി. എല്ലാം നമുക്ക് എന്തും നമുക്ക് കയറ്റി അയക്കാവുന്ന തരത്തിലേക്ക് നമ്മുടെ ബഫർ സ്റ്റോക്ക് വർദ്ധിച്ചു. നമുക്ക് ഭക്ഷണമുണ്ടായി. പട്ടിണിയില്ലാത്ത തരത്തിലേക്ക് ഈ രാജ്യം മാറുന്ന സ്ഥിതിയുണ്ടായി. അതിലൂടെ സംഭവിച്ചതെന്ന് പറയുന്നത്, പഴയ കാലത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്ന രീതി എന്ന് പറയുന്നത് പശുവും ചാണകവും മൂത്രവും ഒക്കെ ആയി പ്രകൃതി കൃഷിയോ ജൈവ കൃഷിയോ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, ഈ പുതിയ മാറ്റത്തോടുകൂടി നമ്മുടെ കൃഷി വകുപ്പ് നാട്ടിലെ മുഴുവൻ ആളുകളെയും ശീലിപ്പിച്ചത് ഫെർട്ടിലൈസർ ബേസ്ഡ്, പെസ്റ്റിസൈഡ് ബേസ്ഡ്, ഫംഗിസൈഡ് ബേസ്ഡ്, എല്ലാം രാസവള കീടനാശിനികളും അതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി നമ്മുടെ ആളുകളെ മുഴുവൻ പഠിപ്പിച്ചു. അതായി നമ്മുടെ രീതി. ഇന്നത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ രാസവളങ്ങൾ കിട്ടാനില്ല. എന്തുകൊണ്ട്? ട്രംപ് ആരംഭിച്ച യുദ്ധം, എന്തിനാണ് ട്രംപ് ആ യുദ്ധം ഉണ്ടാക്കിയതെന്ന് നമുക്കൊരു പിടിയില്ല. ഒരു കൊള്ളക്കാരനായ ഒരു കച്ചവടക്കാരൻ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയാൽ സംഭവിക്കാവുന്ന ദുരന്തമാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ലോകം നേരിടുന്നത്. ഒരു രാജ്യത്തിന് മാത്രമല്ല, ലോകം നേരിടുന്നത് ട്രംപിന്റെ പോലെയുള്ള ഒരു കച്ചവടക്കാരൻ, കേവല കച്ചവടക്കാരൻ, അങ്ങനെയുള്ള ഒരു ചങ്ങാതി പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ഭരണാധികാരിയായതിന്റെ ദുരന്തം ഇന്ന് ലോകം നേരിടുകയാണ്. നമുക്ക് ഗ്യാസ് ഇല്ലായ്മ, പിന്നെ ഭക്ഷ്യ സാധനങ്ങൾ പാകം ചെയ്യുന്നതിൻ്റെ പാചക ഗ്യാസിൻ്റെ കുറവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പെട്രോൾ പമ്പുകളിൽ പോയി നിങ്ങൾ ഒരു ടാങ്ക് പെട്രോൾ അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, 1000 രൂപയ്ക്കുള്ള പെട്രോളേ അടിക്കുള്ളൂ എന്ന തരത്തിലേക്ക് പെട്രോൾ ബങ്കുകാർക്ക് നമ്മൾ പറയുന്നത് അവൈലബിലിറ്റി, ലോകത്തിന്റെ ഇന്ധനത്തെ ലോകത്തിന്റെ പവർ പിടിച്ചു കിട്ടിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് വന്നാൽ, കൃഷിക്കാരൻ കൃഷി ചെയ്യണമെങ്കിൽ അവന് മണ്ണിനാവശ്യമായ ഭക്ഷണം കൊടുത്തേ മതിയാകൂ. മണ്ണിനാവശ്യമായ ഭക്ഷണം യൂറിയയോ അമോണിയയോ ഫാക്ടോഫോസോ ഇങ്ങനെയുള്ള സാധനങ്ങൾ അതിന് കൊടുക്കണം. ഇതൊന്നും ഇന്ത്യയിൽ ഉണ്ടാകുന്നതല്ല. ഇത് മുഴുവൻ വരേണ്ടത് അപ്പുറത്തുനിന്നാണ്. അവിടെ യുദ്ധത്തിന്റെ ഭീഷണി കൊണ്ട് അതൊന്നും വരാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഇൻപുട്സിന്റെ എല്ലാത്തിൻ്റെയും വില ഇരട്ടിയിലധികമായി വർദ്ധിച്ചിരിക്കുന്നു. ഗവൺമെന്റ് ഔദ്യോഗികമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതല്ലാതെ ബ്ലാക്ക് മാർക്കറ്റാണ് നാട്ടിൽ നടക്കുന്നത്. ഈ ഒരു ദുരവസ്ഥയിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായി കുറയും. ഞാൻ ഈ കഴിഞ്ഞ മാസം പൂന, കോലാപ്പൂർ, സത്താറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഉണ്ടായിരുന്നത്. അവിടുത്തെ കൃഷിക്കാരനോട് പറഞ്ഞു, നമ്മൾ എത്ര ശ്രമിച്ചിട്ടും 30% പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിട്ടുള്ളത്. കരിമ്പ് കൃഷിക്കാരാണെങ്കിലും ചോള കൃഷിക്കാരാണെങ്കിലും അവർക്കൊക്കെ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത കുറഞ്ഞ് 30% കുറയുന്നു. പലയിടത്തും കുറയും. ഇങ്ങനെ കുറയുന്നതോടുകൂടി നമ്മുടെ ബഫർ സ്റ്റോക്ക് എവിടെ പോകും? നമ്മുടെ സ്റ്റോക്ക് എവിടെ? നിങ്ങൾക്ക് ആഹാരം എവിടെ? നമ്മുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം നമുക്കില്ലാതാകുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടും അത് പിന്നെ റോബോട്ടിക് എഞ്ചിനീയറിംഗും കൊണ്ടും സാധ്യമാകും എന്ന് വിചാരിക്കാവുന്ന മണ്ടത്തരം കൊണ്ട് നടക്കണ്ട. ഇതിന് പ്രായോഗികമായ സമീപനം ഉണ്ടായേ മതിയാവുള്ളൂ. പ്രായോഗികമായ സമീപനം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ അന്നം മുട്ടും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. കഴിഞ്ഞ എത്രയോ കാലമായി കൃഷിക്കാരൻ പറയാണ്, ഞങ്ങൾക്ക് ഏറ്റവും മിനിമം സപ്പോർട്ട് പ്രൈസ്, കുറഞ്ഞ വില നിങ്ങൾ നിശ്ചയിച്ചു തരൂ. ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന്റെ ഉൽപാദന ചെലവെങ്കിലും ഞങ്ങൾക്ക് കിട്ടാൻ, ഉൽപാദന ചെലവെങ്കിലും കിട്ടിയെങ്കിലല്ലേ കടഭാരമില്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇന്ന് കടഭാരമില്ലാത്ത ഒരു കർഷകനുമില്ല. ഞാൻ 73 വയസ്സായി എനിക്ക് എൻ്റെ പുൽപ്പള്ളി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ കടം എനിക്ക് അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. ഒരു കൃഷിക്കാരനും അടച്ചു തീർക്കാൻ പറ്റില്ല. കാരണം എനിക്ക് റവന്യൂ കുറയുകയും എക്സ്പെൻഡിച്ചർ കൂടുകയും കൃഷിക്കാരൻ കടം കൃഷി ചെയ്തുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയി. അതുകൊണ്ട് തന്നെ നിരന്തരം ഇത് മനസ്സിലാക്കാതെ ഭരണകൂടം പോയിട്ട് കാര്യമില്ല. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ഉൽപാദന ചെലവ് കണക്കാക്കിയിട്ട്, ഇതിന്റെ ഇൻപുട്ട് കോസ്റ്റ് അവർക്ക് അറിയാലോ, അങ്ങോട്ട് ഇടുന്നതിന് എത്ര പല കൂലി എത്രയാണ്, ഇത് കണക്കാക്കി ഉൽപാദന ചെലവ് കണക്കാക്കി
ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ്, ഇന്ന വിലയിൽ കുറയാതെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് പച്ചക്കറിക്കാണെങ്കിലും പാലിനാണെങ്കിലും അരിക്കാണെങ്കിലും ഏത് ഉൽപ്പന്നത്തിനും നിങ്ങൾക്ക് ഇന്ന വില നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസത്തോളം ഒരു താങ്ങുവില നിശ്ചയിക്കപ്പെടുക. അത്രേ 23 ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കും എന്ന് തെരഞ്ഞെടുപ്പിൽ മാനിഫെസ്റ്റോയിൽ പറഞ്ഞവരാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാർ. 5 കൊല്ലം ഇറങ്ങിപ്പോകുമ്പോ 10 വർഷം മാനിഫെസ്റ്റോ അവിടെ അതൊക്കെ പ്രകടന പത്രികയിൽ അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ കാർഷിക മേഖലയിൽ സർവനാശം ഉണ്ടാക്കുന്ന തരത്തിലുള്ള സമീപനമല്ലാതെ ഈ ഏതോ രാജ്യത്ത് കിടക്കുന്ന കൺസൾട്ടൻസി കമ്പനികൾക്ക് വേണ്ടിയുള്ള കുറെ പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്തു എന്നല്ലാതെ അന്നം ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നവനെ കൂട്ടിപ്പിടിച്ച് അവനെ സംരക്ഷിക്കുന്ന പദ്ധതികളിലേക്ക് പോകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. നമ്മുടെ പാടശേഖരങ്ങളൊക്കെ അവസാനം കളിക്കളങ്ങളായിട്ടോ മരുഭൂമികളായിട്ടോ മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. കളിക്കളങ്ങളാവില്ല, കാരണം കുട്ടികൾ ഭക്ഷണം കഴിച്ച് വളരാനുണ്ടായാലും കളിക്കാൻ പോകാൻ പറ്റുള്ളൂ. അപ്പൊ മരുഭൂമിയായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നു. എന്തായാലും ഇത് കൃത്യമായ ഒരു ആസൂത്രണമില്ലായ്മ തന്നെയാണ്. ഈ ആസൂത്രണമില്ലായ്മ അങ്ങ് വാഷിംഗ്ടണിൽ ഇരുന്ന് അമേരിക്ക ഭരിക്കുന്ന ട്രംപിന്റെ യുദ്ധക്കൊതിയും ലാഭക്കൊതിയും ഇന്ന് കേരളത്തിന്റെ ഇങ്ങേ മൂലയ്ക്ക് താമസിക്കുന്ന നമ്മളെ പോലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആഗോള വ്യാപകമായി ഇത് വലിയൊരു കൊടും പട്ടിണിയെ ക്ഷണിച്ചു വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ ഫ്രീ ട്രേഡ് ഡീല് ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീല് നടത്തിയത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഏപ്രിൽ മാസം 2-ാം തീയതി പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിക്കണം. ഇന്ത്യ US ട്രേഡ് ഡീൽ സൈൻ ചെയ്യാൻ ഞങ്ങൾ തയ്യാർ എന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തോട് പറയുന്നു. 5 ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു, ഇന്ത്യ US ട്രേഡ് ഡീൽ ഞങ്ങൾ സൈൻ ചെയ്തു. 5 ദിവസം കഴിഞ്ഞ് അങ്ങനെ എഴുതുകയാണ്. അപ്പോ കണ്ടീഷൻസ് 50,000 കോടി US ഡോളറിന്റെ പർച്ചേസ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയിരിക്കണം. കൊല്ലത്തിൽ ഇത്തരത്തിൽ വെച്ച് വാങ്ങിച്ചിരിക്കണം. ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണ നിർത്തലാക്കാതിരുന്നു എങ്കിൽ അത്രയും കാലം നിങ്ങൾക്ക് പിഴച്ചുങ്കം 50%. നിങ്ങൾ എന്ന് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്തുന്നോ അന്ന് മാത്രമേ നിങ്ങൾക്ക് പഴച്ചുങ്കത്തിൽ നിന്ന് മോചനമുള്ളൂ. ഇത് പെനാൽറ്റി താരിഫ്. ഇങ്ങനെ ഒരു അടിമയെ കാണുന്നത് പോലെ ഇന്ത്യ മഹാരാജ്യത്തെ കാണുന്ന തരത്തിലൊരു ട്രേഡ് ഡീലിലേക്ക് ഒരു നെഗോഷിയേറ്റേഴ്സിൽ ഒന്നുമില്ല അമേരിക്ക കൊണ്ടുപോയി. ഭാഗ്യത്തിന് നമ്മളെ രക്ഷിച്ചത് അമേരിക്കൻ സുപ്രീം കോടതിയാണ്. അപ്പുറം സുപ്രീം കോടതിയാണ്. അമേരിക്കൻ സുപ്രീം കോടതി പറഞ്ഞു, ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റിന് അങ്ങനെയൊന്നും തീരുമാനമെടുത്ത് പോകാൻ അധികാരമില്ല. യു മസ്റ്റ് ഗോ ടു ദി കോൺഗ്രസ്. അമേരിക്കൻ കോൺഗ്രസിൽ പോയി അമേരിക്കൻ കോൺഗ്രസിന്റെ അപ്രൂവൽ മേടിക്കാതെ നിങ്ങൾ ഈ താരിഫിന്റെ കാര്യത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ സുപ്രീം കോടതി, അമേരിക്കൻ സുപ്രീം കോടതിയാണ് നമ്മളെ അതിനകത്ത് തൽക്കാലം രക്ഷിച്ചത്. ഞാൻ പറയുന്നത് ഈ ഭ്രാന്തന്റെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു ഭരണകൂടമായി നമ്മുടെ ഭരണം. ഞാൻ ഒരു ജഗജീവൻ റാമിനെ ഓർക്കുകയാണ്. ഒരു ദളിതനായിരുന്ന ജഗജീവൻ റാം ഇന്ത്യയുടെ പിന്നെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന കാലം, നമ്മൾ മഹാദാരിദ്ര്യത്തിലുള്ള കാലം 70-കൾക്ക് മുമ്പാണ്. എനിക്ക് തോന്നുന്നത് 60s ഒരു കാലം, 60s ആണ് ആ കാലം. ജഗജീവൻ റാം അമേരിക്കയിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനുമായിട്ടുള്ള ചർച്ചയ്ക്ക് പോകുന്നു. അമേരിക്കൻ അഗ്രികൾച്ചർ സെക്രട്ടറിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് മുമ്പായി FAOയുടെ ഡയറക്ടർ ജനറലുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ അയാളുടെ സംസാരത്തിൽ ഇന്ത്യയുടെ വ്യക്തിത്വത്തെയും നമ്മുടെ ഐഡന്റിറ്റിയെയും മോശമാക്കുന്ന തരത്തിൽ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ അഗ്രികൾച്ചർ സെക്രട്ടറി ഡോക്ടർ MS സ്വാമിനാഥനോട് ജഗജീവൻ റാം പറഞ്ഞു, ക്യാൻസൽ ദ ഡിസ്കഷൻ വിത്ത് ഗവൺമെന്റ് സെക്രട്ടറി.
അവിടുത്തെ കൃഷിമന്ത്രിയുമായി നിശ്ചയിച്ചിരുന്ന മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. വി ആർ ഗോയിങ് ബാക്ക്, നമ്മൾ തിരിച്ചു പോകാൻ പറഞ്ഞു. ആ പിന്നോക്കക്കാരനായ ഇന്ത്യയുടെ കൃഷി വകുപ്പ് മന്ത്രി ജഗജീവൻ റാം അന്ന് കാണിച്ച ആ ആംബിയൻസ് എങ്കിലും, അല്ലെങ്കിൽ ആ ഒരു കരുത്തെങ്കിലും ഇന്ന് നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റുന്നില്ല. സ്വാമിനാഥൻ, ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ആത്മകഥയിലാണ് അദ്ദേഹം ഈ ഇൻസിഡന്റ് എഴുതിയിട്ടുള്ളത്. ഞാൻ വായിച്ചത്, അല്ലാതെ ഒരു മീഡിയയിൽ കണ്ടതല്ല. ഞാൻ അദ്ദേഹം അന്ന് ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്രട്ടറിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതിയത് ഞാനിത് വായിക്കാനുണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, നാട് നേരിടുന്ന എല്ലാ പ്രതിസന്ധിക്കും കാരണം ഈ ഇത്തരം ഭരണാധികാരികൾ, ആ ഭരണാധികാരികളുടെ നയങ്ങളും പരിപാടികളുമാണ്. നമ്മുടെ ഭക്ഷണം എന്നത് അതിൻ്റെ പവിത്രത മനസ്സിലാക്കുക. ഒരു പിടി അരി ഉണ്ടാക്കുന്ന, ഒരു മണി അരി ഉണ്ടാക്കുന്ന ഒരു കർഷകൻ ഉപയോഗിക്കുന്ന അധ്വാനം എത്രയാണ്. ആ ഒരു പിടി അരി ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ പ്രകൃതി നമുക്ക് തരുന്ന വെള്ളം, സൂര്യപ്രകാശം, മണ്ണ്, ഇതൊക്കെ ഈ പഞ്ചഭൂതങ്ങൾ നമ്മളെ ഏത് തരത്തിൽ പരിരക്ഷിക്കുന്നു ഈ കർഷകനോടൊപ്പം എന്ന ബോധ്യം. കർഷകനല്ലേ ഈ പ്രകൃതി വേണ്ടത്. കർഷകന് ഈ പ്രകൃതി ഇല്ലാതെ കർഷകന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ? മഴയുണ്ടാവാൻ ഈ പ്രകൃതിയെ, പഞ്ചഭൂതങ്ങളെയും സമ്പൂർണമായി ബഹുമാനിച്ചും ആദരിച്ചും ജീവിക്കുന്ന കർഷകന്റെ നേരെ എന്തുതരം കൊടിയ സമീപനമാണ് ഭരണകൂടങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ഗൗരവമായി ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇനി വരാനിരിക്കുന്ന വലിയ വലിയ വിപ്ലവങ്ങളിൽ ഭക്ഷണത്തിന് വേണ്ടിയുള്ള വിപ്ലവം കൂടി ഉണ്ടാകും എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ നാം ഇതിലൂടെയെല്ലാം മനസ്സിലാക്കേണ്ടത്. ഇതിന് ദേശവ്യാപകമായി, ആഗോള വ്യാപകമായി ജനം ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ല ചുരുങ്ങിയ പക്ഷം ഈ ഭാരതത്തിലെങ്കിലും ഒരു ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ, മാറി മാറി വരുന്ന സർക്കാരുകളും ഉദ്യോഗസ്ഥന്മാരും കൃത്യമായ രീതിയിൽ നടപടികൾ കൈക്കൊള്ളാൻ വിമുഖത കാണിക്കുകയാണെങ്കിൽ ഒരു ജനത മുഴുവൻ പട്ടിണി കിടന്ന് മരിക്കേണ്ട, അല്ലെങ്കിൽ മറ്റൊരു ഭക്ഷ്യ സംസ്കാരം രൂപീകരിക്കേണ്ട തലത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമസ്കാരം.